ആഗ്രഹിക്കുകയാണ്. ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ? MP രാജേഷ് ഏതാ, BV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. എന്നാൽ പാലക്കാട്ട് VV രാജേഷിന്റെ MP രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ ആ രാത്രി. ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. മഹാരഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിന്റെ പരമോന്നതമായ ഈ ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാൻ ഒരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഉയർന്ന അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ്. അത് BJPയുടെയും സംഘപരിവാറിന്റെയും വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാടൻ ജനത എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. BJP രണ്ടാമത് നിൽക്കുന്ന RSSന് വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ UDFനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത്? എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? ഒരു ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിൽ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങൾ വന്നത്? ആ പാതിരാ നാടകം കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുന്നു.